അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള കുങ്കി ആനയെ എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് അതിരപ്പള്ളിയിൽ എത്തിച്ചത്. അതേസമയം മസ്തിഷ്കത്തിൽ പരിക്കേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിലെത്തി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ജോയ്മോൻ ജോസ് ഉണ്ട്. ജോയ്, വിശദാംശങ്ങൾ പറയും. അരുണ്യ, മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി പിടികൂടുന്നതിന്റെ ഭാഗമായി വയനാട്ടിൽ നിന്ന് കുങ്കി ആനയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന കുങ്കി ആനയെ ഇപ്പോൾ അതിരപ്പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. ആനയെ ഇപ്പോൾ കാലടി പ്ലാന്റേഷന്റെ TSR ഫാക്ടറിക്ക് സമീപമുള്ളതാണ് താവളം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കാര്യം ഇപ്പൊ കുങ്കിയാനെ എത്തിച്ച് 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെയോട് കൂടി നമുക്ക് ദൗത്യത്തിലേക്ക് കടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് വനം വകുപ്പും അതുപോലെ തന്നെ DFI നമ്മളോട് പറഞ്ഞത്. അതായത് ആനയെ ബാക്കി 2 ആനകളെ കൂടി, അതായത് വയനാട്ടിൽ നിന്ന് വിക്രം അതുപോലെ തന്നെ വിക്രം ഇപ്പോൾ എത്തിച്ചു, അതുപോലെ സുരേന്ദ്രൻ, കുഞ്ചു എന്നീ 2 ആനകളെ കൂടി എത്തിച്ചതിനു ശേഷം ദൗത്യത്തിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റ ആനയുടെ ആരോഗ്യനിലയിൽ നേരിയ ആശങ്ക ഉൾപ്പെടെ DFO പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പോഴും മുറിവ് ഉണങ്ങിയിട്ടില്ല, ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയായാലും കാര്യമായ, അതായത് ആനയ്ക്കൊരു അവശതയും ക്ഷീണവും ഒക്കെ ഉണ്ടെന്നാണ് വനംവകുപ്പ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു കാര്യം, ഇപ്പോൾ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു. അതായത് ഇന്ത്യക്ക് പാലാട്ടി ആൻഡോയുടെ പുരയിടത്തിലാണ് പരിക്കേറ്റ ആന ഇറങ്ങിയത്. അതുപോലെ തന്നെ ഏറെ മണിക്കൂറോളം പുരയിടത്തിൽ നിലയുറപ്പിച്ച ആന അവിടുത്തെ വാഴ കൃഷികൾ ഉൾപ്പെടെ നശിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ആന പുഴ കടന്ന് അപ്പുറത്ത് ദൂരത്തിലേക്ക് പോയിരിക്കുകയാണ്. അരുണ്യ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ജോയ്മോൻ ജോസ് തൃശ്ശൂരിൽ നിന്ന്.